ക്രൂശിങ്കിലേക്ക് നോക്കുന്ന ധ്യാന പരമ്പരയിൽ ഇന്നത്തെ ധ്യാനം തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ക്രിസ്തുവിൻ്റെ കുരിശിങ്കിലേക്ക് നോക്കുമ്പോൾ മരണാനുഭവങ്ങളെ ഏറ്റെടുക്കാനുള്ള വിളിയാണ്. മരണാനുഭവങ്ങളെ ഏറ്റെടുക്കുമ്പോൾ മരണത്തെ സ്വീകരിക്കുക മാത്രമല്ല, മരണത്തെ അതിജീവിക്കുക കൂടെയാണ്. മരണാനുഭവങ്ങളെ ഭയക്കുകയോ മരണാനുഭവങ്ങളെ ഒഴിവാക്കുകയോ ചെയ്യുകയല്ല. താൻ തന്നെ മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനം അവനോടുകൂടെ വാഴുന്നതിൻ്റെ ഭാഗം. ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനത്തിൽ ദൈവമക്കളായി, ദൈവപുത്രരായി, ദൈവ തേജസ്സിലേക്ക് വാഴുന്നവരായിത്തീരും. യേശുക്രിസ്തുവിലുള്ള ജീവൻ അനുഭവിക്കണമെങ്കിൽ ഒരു വിത്ത് ഇല്ലാതായിത്തീരുന്നതുപോലെ ഒരു മരണാനുഭവം ഉണ്ട്. യേശുക്രിസ്തുവിലെ ജീവൻ അനുഭവിക്കണമെങ്കിൽ ഒരു പൈതൽ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭവം ഉണ്ട്. ഗർഭസ്ഥാവസ്ഥയിൽ ഒരു മരണം നടക്കുമ്പോഴാണല്ലോ ഭൂമിയിൽ ഒരു ജനനം നടക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവനിൽ നിരന്തരമായ മരണവും ജനനവും ഉണ്ട്. വിവിധ പ്രകാരേണ ഉള്ള മരണം. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു മരണാനുഭവമാകാം. അവിടെ ദൈവം ആ മരണാനുഭവത്തിൻ്റെ മധ്യത്തിൽ അതിനെ സ്വീകരിച്ച് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവനിലേക്ക് നോക്കുവാൻ നമുക്ക് ബലം തരും. ക്രിസ്തുവിന് വേണ്ടിയുള്ള ഏത് യാത്രയിലും സഹനങ്ങളുണ്ട്. ആ സഹനങ്ങൾ ഗതികേടുകൊണ്ടുള്ളതല്ല, ആ സഹനങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നയിക്കുന്നവർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് മരണവും സഹനവും ജീവൻ്റെയും തേജസ്സിൻ്റെയും അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വാഴേണ്ടതിന് ഓരോ ദിവസവും മരണാനുഭവങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. മരണാനുഭവങ്ങളെ ഏറ്റെടുക്കുന്നതിലൂടെ പുതിയ ധൈര്യവും പുതിയ ബലവും പുതിയ ഉയർത്തെഴുന്നേൽപ്പും നമുക്ക് ഉണ്ടാകും. ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ധൈര്യവും ആശ്വാസവും നൽകും. ആമേൻ.